ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപരമാതാവേ, എൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിനും ഇന്നിവിടെ സാക്ഷ്യം പറയുവാൻ അനുഗ്രഹിച്ചതിനും 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ടീന മാത്യു. ഇതെൻ്റെ അമ്മ അന്നമ്മ മാത്യു. ഞങ്ങൾ കോട്ടയം മണിമല എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ 2025 ഏപ്രിൽ 12-ാം തീയതി ആണ് ഫസ്റ്റ് ഉടമ്പടി എടുക്കുന്നത്. അതായത് നാളെ ഏപ്രിൽ 12 ഒരു ദിവസം മുമ്പ് ഏപ്രിൽ 11-ാം തീയതി തന്നെ എനിക്കിവിടെ കയറി സാക്ഷ്യം പറയാൻ ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ഞാൻ 2025 ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മ ഇവിടെ ഉടമ്പടി എടുത്തിരുന്നു 2022. അപ്പോൾ ഞാൻ കൃപാസനത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യമാണ് ഫസ്റ്റ് പറയുന്നത്. ഒരു ദിവസം അമ്മ എന്നോട് പറഞ്ഞു, ഇതേപോലെ കൃപാസനമുണ്ട്, നമുക്ക് കൃപാസനത്തിൽ പോകാം എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കൃപാസനത്തിൽ വന്നു. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു അല്ലെങ്കിൽ ധ്യാന കേന്ദ്രം അല്ലെങ്കിൽ പള്ളി എന്നൊക്കെ പറയുന്നത് അതിൽ നിന്നൊക്കെ ഒത്തിരി ഡിഫറെൻ്റ് ആയിരുന്നു ഇവിടെ. അതായത് വന്ന് കയറുമ്പം തന്നെ ഭയങ്കര കൺജസ്റ്റഡ് ആണ്, അതേപോലെ റഷാണ്. ഇത് പറയാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബ്രീത്തിങ് ഇഷ്യൂ ഉള്ള ആളായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഭയങ്കര കൺജസ്റ്റഡ് ആണ് അന്നത്തെ ദിവസം. അപ്പോൾ എനിക്ക് ഉള്ളിലേക്ക് കയറുക എന്ന് പറയുന്നത് നമ്മളവിടെ നിന്ന് കൊടുത്താൽ മതിയാവും, ഓട്ടോമാറ്റിക്കലി നമ്മളിവിടെ എത്തിക്കോളും. അത്രയും റഷായിരുന്നു ഞാൻ വന്ന ദിവസം. അപ്പോൾ ഏതായാലും പള്ളിയിൽ വന്നതാണ്, അപ്പോൾ കയറാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉള്ളിൽ വന്നു. ഉള്ളിൽ വന്നിട്ട് 10 മിനിറ്റ് ഞാൻ ഉള്ളിൽ നിന്നുള്ളൂ. ബിക്കോസ് എനിക്ക് ഇത്രയും പേര് ഇവിടെ നിന്ന് ശ്വാസം എടുക്കുന്നത് കൊണ്ട് എനിക്ക് ഇത്രയും പേരുടെ ഇടയ്ക്ക് ശ്വാസം ഒട്ടും എടുക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ അമ്മ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പുറത്ത് ഫ്രണ്ടിലുള്ള മാതാവിൻ്റെ സ്റ്റാച്ചുവിൻ്റെ അവിടെ പോയി നിന്നു. നിന്നതിന് ശേഷം ഞാൻ തിരിച്ചു പോയി. അതായത് ഭാഗ്യം ലഭിച്ചവരിൽ ഒരാളാണെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ബിക്കോസ് കൃപാസനത്തിൽ കാലുകുത്തിയ അന്ന് തന്നെ അനുഗ്രഹം ലഭിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇവിടുന്ന് ഞാൻ ഹോസ്റ്റലിൽ പോയി, എറണാകുളത്താണ്. ഹോസ്റ്റലിൽ ചെന്ന് 2ാമത്തെ ദിവസം ഞാനിങ്ങനെ ജസ്റ്റ് യൂട്യൂബിൽ ഒരു വീഡിയോ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഡോക്ടറിൻ്റെ വീഡിയോ കാണുവാണ്. ഡോക്ടർ ജോജോ ജോസഫ്, വലമറ്റം, കടവന്തറ. അപ്പം സാറിങ്ങനെ ഇതേപോലെ ബ്രീത്തിങ് ഇഷ്യൂസിൻ്റെ ഒരു വീഡിയോ ആയിരുന്നത്. അപ്പം സാറിങ്ങനെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി, എനിക്ക് ഇങ്ങനെയൊക്കെയാണല്ലോ പ്രശ്നങ്ങളെന്ന്. ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് ഈ ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ടെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ബ്രീത്തിങ് ഇഷ്യൂ ആണ് ഉള്ളതെന്നുള്ളത് എനിക്കറിയത്തില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുന്ന എല്ലാ ഡോക്ടേഴ്സും പറയുന്നത് കുറേ വർഷങ്ങളായിട്ട് ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിച്ചതല്ലേ, അപ്പോൾ ഫുഡൊക്കെ കഴിക്കാഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഗ്യാസിൻ്റെ ഇഷ്യൂ ആണ്. എന്ത് ഇഷ്യൂ ആയിട്ട് ഇപ്പം ബ്രീത്തിങ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റക്കാവും. അതായത് 2-3 സെക്കൻഡിലേക്ക് ശ്വാസം ഇങ്ങനെ സ്റ്റക്കായി പോവും. ചിലപ്പോൾ ഈ ബ്രീത്തിങ് ഇഷ്യൂ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് തോന്നും ഇതൊക്കെ സിമ്പിളല്ലേ എന്ന്. നമ്മളൊന്ന് ആലോചിച്ചേക്കേ, നമ്മൾ 1 മിനിറ്റത്തേക്ക് ഒരു സെക്കൻഡേക്ക് ശ്വാസം എടുക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. ഇങ്ങനെ ബ്രീത്തിങ് ഇഷ്യൂ ഉള്ള ആൾക്കാരുടെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരിക്കലും ഡീപ്പ് സ്ലീപ്പ് ഉണ്ടാവത്തില്ല. അവർക്ക് നന്നായിട്ട് ഒരു ഉറക്കം കിട്ടത്തില്ല. അവർ ഉണർന്നെഴുന്നേറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ഈ പറയുന്ന പോലെ അവരുടെ ആക്ടിവിറ്റീസിലൊന്നും കൃത്യമായിട്ട് പങ്കെടുക്കാൻ പറ്റത്തില്ല. നല്ല ടയേർഡായിരിക്കും, നടക്കുമ്പോൾ നല്ല കിതപ്പുണ്ടാകും, സ്റ്റെപ്പ് കയറുമ്പം പ്രശ്നങ്ങളുണ്ടാകും. അതേപോലെ തന്നെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ടയേർഡായിരിക്കും, ഒരു കാര്യത്തിൽ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഡയഗ്നോസിസ് ചെയ്യാത്തതിൻ്റെ പേരിൽ ഒരുപാട് ഡോക്ടേഴ്സിനെ മറ്റാളുകളെയും കാണിച്ചതാണ്. എന്നിട്ട് എനിക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ആണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടു. ഇവിടെ വന്ന് 2nd ഡേയിലാണ് ഞാൻ ആ സാറിൻ്റെ വീഡിയോ കാണുന്നത്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കണ്ടപ്പം സാറ് പറഞ്ഞു, ഈ പറഞ്ഞ ഇഷ്യൂസ് വെച്ചിട്ട് ഇത് ബ്രീത്തിങ് പ്രോബ്ലം ആണോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, സോ സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്കാൻ ചെയ്തിട്ട് എനിക്ക് കൃത്യമായിട്ട് ഇത് ബ്രീത്തിങ് ഇഷ്യൂ ആണെന്ന് കണ്ടുപിടിക്കുകയും അതിന് പ്രകാരം ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തു. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു രോഗസൗഖ്യം ഉണ്ടാകുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്
കൃത്യമായിട്ട് ഡയഗ്നോസിസ് ചെയ്യുക എന്നുള്ളത്. അച്ഛൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ സ്പെഷ്യലി പറയാറുണ്ട്, കൃത്യമായിട്ടുള്ള രോഗത്തിനുള്ള ഡയഗ്നോസിസ് നടക്കുകയും ട്രീറ്റ്മെൻറ്റ് നടക്കാനും വേണ്ടിയിട്ട് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്. അപ്പം എന്നെപ്പോലെ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഡയഗ്നോസിസ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാതെ കഷ്ടപ്പെടുന്ന ആൾക്കാർ ഉറപ്പായിട്ടും മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള വഴി മാതാവ് കാണിച്ചു തരും. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. അതിനുശേഷം ഞാൻ 2025 ഏപ്രിൽ ഇവിടെ വന്ന് സാക്ഷ്യം ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ എൻ്റെ നിയോഗമായിട്ട് വെച്ചത്, ഞാൻ ഒരു കോളേജ് അധ്യാപികയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 2022 ഞാൻ ജോലിക്ക് അവിടെ ജോയിൻ ചെയ്തത്. എൻ്റെ കോളേജിലെ ടീച്ചേഴ്സിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് 2017 ശേഷം ആ കോളേജിലൊരു ഇൻക്രിമെൻറ്റ് നടന്നിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ പോസ്റ്റിലേക്കൊരു പോസ്റ്റ് ആ കോളേജിൽ ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ വരുന്നതിന് 1 വർഷം മുമ്പ് ഇതേപോലെ ജസ്റ്റ് ഒരു ഹയർ പോസ്റ്റ് വിളിച്ചു. ആ ഹയർ പോസ്റ്റിൽ ഞാനും അറ്റൻഡ് ചെയ്തു. പക്ഷേ എനിക്ക് കിട്ടിയില്ല. ബാക്കി 2 പേര് നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 2 ടീച്ചേഴ്സ് ഈ പറഞ്ഞ പോലെ ഹയർ പോസ്റ്റിലേക്ക് കയറി. അതിനുശേഷം ഞാൻ ഉടമ്പടി നിയോഗം വെച്ചു. ഉടമ്പടിയിൽ നിയോഗത്തിൽ പറയുന്നുണ്ട്, ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം നിങ്ങൾ ഉടമ്പടിയിൽ നിയോഗം വെക്കണം, അതായത് ഒരിക്കലും നടക്കുകയില്ല എന്നുള്ളത്. അതായത് 1 വർഷം മുമ്പ് ഹയർ പോസ്റ്റിലേക്ക് ഓൾറെഡി ആളുകളെ എടുത്തെങ്കിൽ അതിൻ്റെ അർത്ഥം 2017 തൊട്ടിട്ട് 7 വർഷത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടത്തിയിട്ടില്ലെങ്കിൽ ഒറ്റ വർഷത്തിൽ ഈ ഒരു കാര്യം പോസിബിൾ അല്ല. അതേപോലെ 2017 ശേഷം സാലറി ഇൻക്രിമെൻറ്റും നടന്നിട്ടില്ല. അപ്പം ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കും അറിയാം ഏകദേശം, അല്ലെങ്കിൽ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾക്കും അറിയാം, ഈ 1 വർഷത്തിൽ തന്നെ പോസ്റ്റ് ചേഞ്ച് ചെയ്യുന്ന കാര്യമോ ഇൻക്രിമെൻറ്റോ ഒന്നും പോസിബിൾ അല്ല എന്നുള്ളത്. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു, അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ആ ആഴ്ച തന്നെ ഹയർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നു. ഈ അച്ഛനെ കണ്ട് പോയതിൻ്റെ ആ സെയിം വീക്ക് തന്നെ ഹയർ പോസ്റ്റിലേക്ക് വന്നു. ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. എനിക്ക് പോസ്റ്റ് മാർക്ക് കിട്ടി. ഇതല്ലാതെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ 2017 ശേഷം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം 2 പ്രാവശ്യമാണ് എനിക്ക് സാലറി ഇൻക്രിമെൻറ്റ് ചെയ്ത് കിട്ടിയത്. അതായത് ഞാൻ 3ാമത് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് 2 തവണ സാലറി ഇൻക്രിമെൻറ്റ് ചെയ്ത് കിട്ടി. ഇനി എൻ്റെ അടുത്ത സാക്ഷ്യം, ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന കാര്യമാണ്. ഏകദേശം 45 ലക്ഷത്തോളം കടം ബാധ്യതയുള്ള ഒരു കുടുംബമായിരുന്നു എൻ്റേത്. ഞങ്ങളുടെ വീടിൻ്റെ ആധാരം 19 വർഷമായിട്ട് ബാങ്കിലായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുക, 19 വർഷം പൈസ ഉണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു, ഫിനാൻഷ്യലി സ്ട്രഗിളായ സമയമുണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഈ ആധാരം നമുക്ക് എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ ഉടമ്പടിയിലെ ഒരു നിയോഗമായിട്ട് വെച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മാതാവേ, ഇതൊരു ജപ്തി പോലത്തെ ഒരു നടപടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആരും തന്നെ കയറി വരാൻ പാടില്ല, നമുക്ക് ആധാരം എടുക്കാൻ പറ്റണം. സോ ഈ 45 ലക്ഷം രൂപ അടച്ച് ആധാരം എടുക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാര്യം നമ്മൾ വർഷങ്ങളായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രാവശ്യം ബാങ്കിൽ പോകുമ്പോഴും ഈ പറഞ്ഞ പോലെ പല പല കാര്യങ്ങൾ നമ്മൾ അവരുമായിട്ട് കൺവേ ചെയ്യും. പക്ഷേ ആധാരം എടുക്കാനുള്ള ഒരു ചാൻസും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അവർ മുന്നോട്ട് നടപടികൾ എടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് 2 ദിവസം മുമ്പ് എൻ്റെ അമ്മയും ചേട്ടനും കൂടെ ബാങ്കിൽ പോയി. ബാങ്കിൽ കയറുന്ന സമയത്ത് മാതാവിൻ്റെ ഉപ്പ് ഇട്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് മാനേജറിനെ കണ്ട് സംസാരിച്ചു. ഇവർ ബാങ്കിൽ പോകുന്ന ദിവസം ഇവർക്ക് അറിയത്തില്ല ഇവർ തിരിച്ചു വരാൻ പോകുന്നത് ആധാരം എടുത്തിട്ടാണ്. ഈ 45 ലക്ഷം രൂപ ഒരു ദിവസം കൊണ്ട് നമ്മൾ അടച്ച് ആധാരം കയ്യിലെടുക്കുമെന്നുള്ളത് ഹൈലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പോയി ബാങ്ക് മാനേജറുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ നമ്മൾ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇനി ഒരു കൺവിൻസിങ് ഒന്നും പോസിബിൾ അല്ല എന്നുള്ളത് നമുക്കും അറിയാം. എങ്കിലും ഓക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് പോയി മാനേജറുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ സാർ പറഞ്ഞു കുറച്ച് എമൗണ്ട് കുറച്ച് തരാമെന്ന് പറഞ്ഞു. ആ എമൗണ്ട് നമുക്ക് കുറച്ച് തന്നു. എന്നിട്ട് പറഞ്ഞു ഇന്ന് തന്നെ നിങ്ങൾക്ക് ആധാരം എടുക്കാമെന്നുണ്ടെങ്കിൽ എടുക്കാം, ഇതല്ലെങ്കിൽ ബാക്കി പ്രൊസീജിയറിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രൊസീജിയറിലേക്ക് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും വലിയ 45 ലക്ഷത്തിൽ നിന്ന് എത്ര എമൗണ്ട് ആയിരിക്കും കുറച്ചിരിക്കുക എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അധികം എമൗണ്ട് ഒന്നും നമുക്ക് കുറച്ച് കിട്ടത്തില്ല.
അത്രയും എമൗണ്ട് വിത്തിൻ എ ഡേ 45 ലക്ഷം രൂപയ്ക്ക് വിത്തിൻ എ ഡേ ആണ് ഇത്ര എമൗണ്ട് അറേഞ്ച് ചെയ്തത്. അതായത് സമയ ചുരുക്കത്തിൻ്റെ അമ്മ അവിടെ പ്രവർത്തിച്ചു എന്ന് വേണം നമ്മൾ പറയാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ചോദിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അവിടെ ആളുകൾ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ എമൗണ്ട് അടയ്ക്കാൻ പറ്റത്തുള്ളൂ. മനസ്സ് വേണം. അതായത് നമ്മൾ ഒരാളോട് ചോദിക്കുമ്പോൾ ആ എമൗണ്ട് നമ്മളെ വിശ്വാസമായിട്ട് തന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് ആ ആളുകൾക്ക് മനസ്സ് വേണം. അപ്പോൾ ഈ ദിവസം തന്നെ ഇത്രയും രൂപ, എബോവ് 35 lakhs അത്രയും രൂപ നമുക്ക് അറേഞ്ച് ചെയ്ത് ബാങ്കിൽ അന്ന് തന്നെ പൈസ അടച്ച ആധാരം നമ്മൾ തിരിച്ചെടുത്തു. 19 വർഷമായിട്ട് ബാങ്കിലിരുന്ന ആധാരമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാനിപ്പോൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ എൻ്റെ കൈക്കുള്ളിൽ കക്ഷത്തിനകത്ത് ഒരു ചെറിയ മുഴയുണ്ടായിരുന്നു. അത് ചെറിയ പെയിനും ഉണ്ടായിരുന്നു. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഓരോ ഇതുപോലുള്ള എന്ത് കേസുമായിട്ട് ചെന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ടെൻസ്ഡ് ആക്കും. അതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. അപ്പോൾ ഞാൻ ആ അമ്മയുടെ ഉടമ്പടി തൈലം എന്നും തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതേപോലെ ഞാൻ ഇവിടുന്ന് പത്രം മേടിച്ചിട്ട് പോയിട്ട് ഞാനത് കട്ടിലയിൽ അങ്ങ് മടക്കി വെച്ചു. അതായത് വായിക്കാനുള്ള ടൈം ബിസി ആയിപ്പോയി. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ വിചാരിച്ചു, ഓക്കെ പത്രം ഇങ്ങനെ ഇരിക്കുവാണല്ലോ, അപ്പോൾ അതങ്ങ് വായിച്ചേക്കാം. അപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ ആ പത്രം കംപ്ലീറ്റ് ഇരുന്ന് വായിച്ചിട്ട് ഞാനത് അവിടെ തന്നെ മടക്കി വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി. പിറ്റേ ദിവസം എനിക്ക് മുഴയുള്ള സ്ഥലത്ത് പെയിൻ എടുക്കുന്നില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പെയിൻ എടുക്കാത്ത സമയത്ത് നമ്മൾ എന്തായാലും നോക്കുമല്ലോ. അപ്പം ഞാൻ അവിടെ അത് തൊട്ട് നോക്കിയപ്പോൾ അങ്ങനെ ഒരു സാധനം അവിടെ ഇല്ല. ദാറ്റ്സ് മീൻസ് ഒരു ചെറിയ നെല്ലിക്കാട് വലിപ്പത്തിൽ അത്ര ഉണ്ടായിരുന്ന ഒരു മുഴ തൊട്ടടുത്ത ദിവസം ഞാൻ ഈ പത്രം വായിച്ച് തീർത്ത് തൊട്ടടുത്ത ദിവസം അതവിടെ കാണാനില്ല. അപ്പോൾ ഇതാണ് എനിക്ക് ലഭിച്ച 4 അനുഗ്രഹങ്ങൾ. പിന്നെ ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടുന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോകും. പത്രം വാങ്ങിക്കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയും കൃപാസനത്തിൽ വരുന്ന ഒരാളാണ്. ഒന്നെങ്കിൽ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ഞാൻ മസ്റ്റായിട്ട് ഇവിടെ വരും. പത്രം വാങ്ങിച്ചിട്ട് ആദ്യമൊക്കെ ഞാൻ പത്രം വാങ്ങിക്കൊണ്ട് പോയിട്ട് ഡിലേ ആണ്. അതായത് ഓരോരോ തിരക്കുകൾ കാരണം ഡിലേ ആക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിങ്ങനെയല്ല. ബിക്കോസ് എന്ന് വെച്ചാൽ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിൽ. അതായത് ഞാൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ തിരക്കുകൾ ക്ലാസ്സൊക്കെ ഉണ്ടെങ്കിലും അത് കൃത്യമായിട്ട് ഞാൻ അറേഞ്ച് ചെയ്തിട്ട് അത്രയും സമയം ഞാൻ കൃത്യമായിട്ട് സ്പെൻഡ് ചെയ്യും. ഒരു പേനായും കൂടെ എടുത്ത് വെച്ചിട്ടിരിക്കും. എന്നിട്ട് അച്ഛൻ പറയുന്ന കാര്യം എന്നെക്കുറിച്ചിട്ടാണോ എന്നുള്ളത് ഞാനൊരു സെൽഫ് അനാലിസിസ് നടത്തും. എന്നിട്ട് ആ പറയുന്ന കാര്യങ്ങളിൽ എനിക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഞാനത് കൃത്യമായിട്ട് ചേഞ്ച് ചെയ്തു. അതുകൊണ്ടാണ് ഈ 3ാമത്തെ പ്രാവശ്യം അച്ഛൻ പറയുന്ന അതേ കാര്യം അതേപോലെ തന്നെ ഏറ്റെടുത്തത് കൊണ്ടാണ് എനിക്ക് ഈ 3ാമത്തെ പുതുക്കലിലെ ഇത്രയും കാര്യങ്ങൾ. അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട്, പത്രം, വിശ്വാസ പ്രമാണം, വിശ്വാസ പ്രഖ്യാപനം, ആതുര സേവന. ഇത് പെർഫെക്റ്റ് ഫോർമുലയാണ്. ഇത് കീപ്പ് ചെയ്യുന്ന ഒരാൾ പോലും അനുഗ്രഹിക്കപ്പെടാതെ പോവത്തില്ല. അപ്പോൾ ഇതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം. ഇത് കൂടാതെ ഞാനൊരു വാട്സാപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സമയ ചുരുക്കത്തിൻ്റെ അമ്മ. അതിൽ പരിചയമുള്ള എല്ലാ ആൾക്കാരും, ഈ കൃപാസനത്തിൽ വന്ന് പരിചയപ്പെട്ട ആൾക്കാരെ ഉൾപ്പെടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് എല്ലാ ദിവസവും കേൾക്കുന്ന സാക്ഷ്യം, ഒരു ദിവസം 7, 8, 9 സാക്ഷ്യങ്ങൾ വരെ കേൾക്കും. ഞാൻ കണ്ട് ഇതിന് ശേഷം ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും. അതുപോലെ തന്നെ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തിലെ ഉടമ്പടി ധ്യാനം ഷെയർ ചെയ്യും. ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം. കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗികളായിട്ടുള്ള ആളുകളെ പരിചരിക്കുക. ദാറ്റ്സ് മീൻസ് ഞാൻ നിൽക്കുന്നത് എറണാകുളമാണ്, അത്രയും വലിയൊരു സിറ്റിയിലാണ്. അപ്പോൾ നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്താണ്. എങ്കിലും രോഗികളായിട്ടുള്ള ആളുകളെ ഞാൻ പോയി കാണും. സ്പെഷ്യലായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമുള്ള ആളുകൾ, ആരും ഇല്ലാത്ത ആൾക്കാരുണ്ടാകും. ചിലപ്പോൾ അവർക്ക് ഹോസ്പിറ്റലുകളിലൊക്കെ ചെല്ലുമ്പം ആരും കൂടെ ഇല്ലാത്തത് കൊണ്ട് അവരെ ഹോസ്പിറ്റലിൽ അലോ ചെയ്തിട്ടില്ല. അപ്പോൾ അവരുടെ കൂടെ ഈ പറഞ്ഞ പോലെ ബൈ സ്റ്റാൻഡറായിട്ട് ഞാൻ പോകും. അവർക്ക് വേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ 1-2 ദിവസമൊക്കെ ചിലപ്പോൾ നിൽക്കേണ്ടി വരും കൂടെ. അങ്ങനെയാണെങ്കിലും മടി കൂടാതെ ഞാൻ കാരുണ്യ പ്രവൃത്തി ചെയ്യാറുണ്ട്. പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ, അമ്മമാരെ നോക്കുന്ന ഓൾഡ് ഏജ് ഹോമിൽ പോകും.
എല്ലാ 2 ആഴ്ച കൂടുമ്പോൾ അമ്മമാരെ നോക്കുന്ന ഓൾഡ് ഏജ് ഹോമിൽ പോവും. എന്നെക്കൊണ്ട് ആവശ്യമുള്ള, ഞാനിപ്പം എൻ്റെ പ്രസൻസ് ആണ് അവർക്ക് ആവശ്യമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഹെൽപ്പ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ, അത് എന്നെക്കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. പിന്നെ ഫുഡ്, ഈ പറഞ്ഞ പോലെ ഞാൻ നിൽക്കുന്ന സ്ഥലം എടപ്പള്ളിയാണ്. നിങ്ങൾക്കറിയാം, അത്ര റഷായിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് ആളുകൾ ഫുഡ് കഴിക്കാതെ ഫുട്പാത്തിൽ ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫുഡ് വാങ്ങിയിട്ട് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിക്കൊണ്ട് പോകും. ഞങ്ങളൊരു ഉച്ച 12 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയിട്ട് പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ ഫുഡ് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കാരുണ്യ പ്രവൃത്തി. അപ്പോൾ ഇത്രയും അനുഗ്രഹം എനിക്ക് തന്ന എൻ്റെ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി അർപ്പിക്കുന്നു. യെശയ്യാ 45:3 നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നദികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. ടീന മാത്യു എന്ന ഈ സഹോദരിയുടെ ഉടമ്പടി പ്രകാരമുള്ള ഉജ്ജ്വല സാക്ഷ്യമാണ് ഈ നിമിഷങ്ങളിൽ നമ്മൾ കേട്ടത്. മകൾ ഉടമ്പടിയെ എത്രത്തോളം സ്നേഹിക്കുന്നു, എത്ര വിശ്വസ്തതയിൽ ഉടമ്പടി ജീവിക്കുന്നു, വിശേഷവിധിയായി എന്തൊക്കെ ചെയ്യുന്നു, അത് ഈ സാക്ഷ്യത്തിൽ നിന്ന് നാം സംശീകരിക്കേണ്ട പ്രത്യേകതകളാണ്. മകൾ പറയുന്നുണ്ട്, എൻ്റെ പ്രസൻസാണ് മറ്റുള്ളവർക്ക് ആവശ്യമെങ്കിൽ ഞാനത് അഗതികൾക്കും രോഗികൾക്കും ആരുപോലുമില്ലാത്തവർക്കും എൻ്റെ സാന്നിധ്യം കൊടുക്കുവാൻ ഒരിക്കലും ഞാൻ മടിക്കാറില്ല. ഒരുപക്ഷെ ഒരു രോഗിയോടൊപ്പം 1-2 ദിവസമൊക്കെ ശുശ്രൂഷ ചെയ്യേണ്ടി വന്നാലും ഞാനത് നന്ദിയോടുകൂടി സ്നേഹത്തോടുകൂടി അത് ചെയ്തു കൊടുക്കാറുണ്ട്. അത് ഉടമ്പടി ആത്മാവിൻ്റെ ഭാഗമായി തീരുമ്പോൾ നമ്മൾ പരിശുദ്ധമ്മയുടെ പ്രേക്ഷിത തീഷ്ണതയുള്ള വ്യക്തികളായി മാറും. അമ്മ എങ്ങനെയാണോ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് തിടുക്കപ്പെട്ട് ശുശ്രൂഷയ്ക്ക് പോയത്, അതുപോലെ തന്നെ ഉടമ്പടി ആത്മാവിൽ കത്തിക്കഴിയുമ്പോൾ നമ്മളത് ഓരോ വ്യക്തികൾക്കും നമ്മളെക്കൊണ്ട് എങ്ങനെ ഉപകാരപ്പെടണമോ ആ രീതിയിൽ ഉപകാരപ്പെടുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിക്കൊണ്ടിരിക്കും. അതാണ് സാക്ഷ്യത്തിൻ്റെ ക്വാളിറ്റിയും. നമ്മൾ ഏതെങ്കിലും കാര്യം നേടുന്നു എന്നതിനെക്കുറിച്ച് അഭിമാനിക്കുകയല്ല, ദൈവത്തിൻ്റെ സ്വന്തമായി ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾ ചെയ്യും വിധം നമ്മുടെ ജീവിതം ക്രമീകരിക്കപ്പെട്ടല്ലോ എന്ന സന്തോഷം കൊണ്ട് ജീവിക്കുകയാണ് ഉടമ്പടിയുടെ ലക്ഷ്യം തന്നെ. അതുകൊണ്ട് ആത്മാവിനെ ദൈവത്തിന് പൂർണ്ണമായി വിട്ടുകൊടുക്കുമ്പോഴാണ് നിത്യതയെ നിരന്തരം കാണുന്നവർ ഈ ലോക ജീവിതത്തിൻ്റെ ജീവിച്ചിരുന്ന രീതികളിൽ നിന്ന് പൂർണ്ണമായി മാറിക്കൊണ്ട് കുറേ കൂടി അകക്കാമ്പുള്ള, കുറേ കൂടി ദൈവമുഖമുള്ള, കുറേ കൂടി കരുണയുള്ള ജീവിതം നയിക്കുവാൻ തയ്യാറാവുക. അങ്ങനെ നയിച്ചൊരു ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. മകൾ പറയുന്നുണ്ട്, അവൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും അതൊന്ന് സമയച്ചുരുക്കത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്, 2 ഭാരം ലഘൂകരിക്കപ്പെട്ടതിൻ്റെ അനുഗ്രഹങ്ങളാണ്. സമയച്ചുരുക്കത്തിൻ്റെ അനുഗ്രഹമാണ് ദീർഘനാളായി മകൾ ഏറെ ക്ലേശിച്ചിരുന്ന ആ ബ്രീത്തിങ് ഇഷ്യൂ, അത് കാരണമെന്തെന്ന് കണ്ടെത്തി ഇവിടെ വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഒരു ഡോക്ടറെ കണ്ടെത്തുവാനും ഡയഗ്നോസ് ചെയ്യുവാനും ആ രോഗത്തിൽ നിന്ന് പൂർണ്ണ വിമുക്തി നേടുവാനും സാധിച്ചത്. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയ അടുത്ത നാളുകളിൽ തന്നെ മകളുടെ സാലറി ഹൈക്ക്, അതുപോലെ തന്നെ ഇൻക്രിമെൻറ്റ്, അതുപോലെ തന്നെ ഹയർ പോസ്റ്റിലേക്കുള്ള അവസരം, അതൊക്കെ മകൾക്ക് അത് 7 വർഷം 9 വർഷമായി കോളേജിൽ നടക്കാതിരുന്നത് മകൾ പറയുന്നുണ്ട്, എൻ്റെ അമ്മയുടെ കരങ്ങളിൽ ഉടമ്പടി നിയോഗം എഴുതിയിട്ടതിന് പ്രകാരം എനിക്ക് മാത്രമല്ല അവിടെ ജോലിയെടുക്കുന്ന ഓരോരുത്തർക്കും അനുഗ്രഹമാകും വിധം അമ്മ മാതാവ് ക്രമീകരിച്ചു തന്നുവെന്ന്. അതിലേറെ അഭിമാനത്തോടെ മകൾ പറയുന്നുണ്ട്, 19 വർഷത്തോളം ബാങ്കിൽ തന്നെയായിരുന്ന ആധാരവും അതിൻ്റെ പണമിടപാടുകളും വലിയ തുകയായിരുന്നിട്ട് കൂടി ചുരുങ്ങിയ ദിവസം കൊണ്ട് അത് തീർത്തെടുത്ത് വിടുതൽ നേടുവാനും ആധാരം അമ്മയുടെ മുമ്പിൽ നമ്മളെ കാണിച്ചുകൊണ്ട് ഇത് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാണെന്ന് ഏറ്റുപറയുവാനും തയ്യാറാവുന്നത്. പ്രിയമുള്ളവരെ, അനുഗ്രഹങ്ങൾ എത്ര വേണമെങ്കിലും തരുവാൻ ദൈവത്തിന് മടിയില്ല. ദൈവത്തിന് ഉടമസ്ഥതയുള്ള, ദൈവം ഇഷ്ടപ്പെടുന്ന മക്കളായി വളരുവാൻ, ജീവിക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറുള്ളവരാണോ, ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ്
അവിടുന്ന് ഓരോ നിമിഷവും പരിശോധിക്കുന്നത്. ഈ മരിയൻ ഉടമ്പടി അമ്മ മാതാവിൻ്റെ കരം പിടിച്ച് ഈശോയ്ക്ക് ഉടമസ്ഥതയുള്ള ജീവിതം നയിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. നമുക്ക് ഉത്തരവാദിത്വത്തോടുകൂടി നമ്മുടെ വിശ്വസ്തതയിൽ ജീവിക്കാം. ദൈവസ്നേഹത്തോടുകൂടി കൂടെയുള്ളവർക്ക്, മനുഷ്യർക്ക്, അഗതികൾക്ക് കരുണയുടെയും സ്നേഹത്തിൻ്റെയും കരുതൽ കൊടുക്കുന്നവരായി നമുക്ക് പ്രശോഭിക്കാം. അതോടൊപ്പം ദൈവത്തെ പകർന്നു കൊടുക്കുന്ന വിശ്വാസ കൈമാറ്റത്തിൻ്റെ ഉടമ്പടി പ്രക്രിയകൾ, അത് കൃപാസനം പത്രം കൈമാറുന്നതാവട്ടെ, സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുന്നതാവട്ടെ, ധ്യാനം ഷെയർ ചെയ്യുന്നതാവട്ടെ, മറ്റുള്ളവരോട് അമ്മ മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് അവരുടെ ജീവിത ഭാരങ്ങളിൽ നമ്മൾ ആശ്വാസം പകർന്ന് അവരെ നല്ല ജീവിതത്തിലേക്ക് നയിക്കുന്നതാവട്ടെ, അതിൽ പങ്കുചേർന്നുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. ജീവിതത്തെ ദൈവത്തിന് എന്നേക്കുമായി ഉടമപ്പെടുത്താം. ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.